കാശുകാരനാവാൻ ഈ മാജിക്കാരൻ ആരുടെയും സഹായമില്ലാതെ മേലോട്ട് ഉയരുന്ന മാന്ത്രിക വിദ്യ പഠിക്കാൻ ചെന്നു. പക്ഷേ അത് അയാളുടെ കൊച്ചുമകനോട് മാത്രമേ പറയൂ എന്ന് പറഞ്ഞു. ഡേവിഡ് വീണ്ടും അത് കാണിക്കാൻ ആവശ്യപ്പെടുകയും വൃദ്ധൻ തുണി പുതച്ചതും പെട്ടെന്ന് അയാളെ ആക്രമിക്കുകയും ചെയ്തു. തുടർന്ന് വൃദ്ധന്റെ വിദ്യകളെല്ലാം സ്വന്തമെന്ന് പ്രഖ്യാപിച്ച ഡേവിഡ് പ്രശസ്തനായി മാറിയെങ്കിലും അധികം വൈകാതെ വിധി തിരിച്ചടിച്ചു. ഒരു കൊച്ചുപയ്യൻ ആരാധകനായി വന്ന് കൈകൊടുത്തപ്പോൾ ഡേവിഡ് അവന്റെ വിദ്യ പൊളിച്ചുകാട്ടി. നാണക്കേടിലായ പയ്യൻ മോഷ്ടിച്ച മോതിരം തിരികെ നൽകി ഇതിലും മികച്ചൊരു വിദ്യ കാട്ടാമെന്ന് ഏറ്റു. അവൻ പറഞ്ഞതനുസരിച്ച് ഡേവിഡ് കൈകൾ മറച്ചുപിടിച്ച് ഒരു ബുക്കിൽ കുറച്ച് നമ്പറുകൾ എഴുതി. ഒപ്പം അവൻ കൊണ്ടുവന്ന കത്തി വ്യാജമല്ലെന്ന് ഉറപ്പാക്കാൻ ഒരു പഴം മുറിച്ചു നോക്കി. ഇതിനിടെ പയ്യൻ തന്റെ മുറിഞ്ഞ കൈപ്പത്തി വെളുത്ത കടലാസിൽ തുടച്ചപ്പോൾ ഡേവിഡ് എഴുതിയ അതേ നമ്പറുകൾ അവിടെ തെളിഞ്ഞു. എന്നാൽ ഡേവിഡ് ആ ട്രിക്കും കണ്ടുപിടിച്ചു. അവൻ നൽകിയ പേനയിലെ ട്രാക്കിംഗ് ചിപ്പ് വഴിയാണ് നമ്പറുകൾ ഫോണിലെത്തിയതെന്നും ഡേവിഡ് പഴമെടുക്കാൻ പോയപ്പോൾ പയ്യൻ കാണാതിരിക്കുന്ന മെഴുകുകൊണ്ട് കടലാസിൽ അത് എഴുതിയതാണെന്നും അവൻ തിരിച്ചറിഞ്ഞു. കൂടാതെ കത്തിയും ചോരയും വ്യാജമായിരുന്നു. യഥാർത്ഥ കത്തി പോക്കറ്റിലുണ്ടായിരുന്നു. കുട്ടിയുടെ മാന്ത്രിക കമ്പം കണ്ട് ഡേവിഡ് ഓട്ടോഗ്രാഫ് നൽകാൻ ഒരുങ്ങിയപ്പോൾ പയ്യൻ പെട്ടെന്ന് ലോക്കറിനടുത്തേക്ക് നീങ്ങി ആ നമ്പറുകൾ ടൈപ്പ് ചെയ്യാൻ നോക്കി. ഇങ്ങനെയുള്ള മനഃശാസ്ത്ര തന്ത്രങ്ങൾ വഴി തന്റെ ലോക്കർ കോഡ് കിട്ടില്ലെന്ന് പറഞ്ഞ് ഡേവിഡ് പരിഹസിച്ചപ്പോൾ തന്റെ മുത്തശ്ശനെ കൊന്നല്ലേ ഈ വിദ്യകൾ മോഷ്ടിച്ചതെന്ന് പയ്യൻ നേരിട്ട് ചോദിച്ചു. ഡേവിഡ് അത് നിഷേധിക്കുകയും ലോക്കർ തുറക്കാൻ വിസമ്മതിക്കുകയും ചെയ്തു. പോകുന്നതിന് മുൻപ് തെളിവുകൾ നശിപ്പിക്കാനായി പയ്യൻ അവിടുത്തെ ക്യാമറകളെല്ലാം ഓഫാക്കി ലോക്കറിലുണ്ടായിരുന്ന ഡയറി കത്തിച്ചു കളഞ്ഞു. അടുത്ത ദിവസം ഡേവിഡിന്റെ ഭാര്യ കൊല്ലപ്പെട്ട വിവരമാണ് പുറത്തുവന്നത്. പോലീസിന് സംശയം ഡേവിഡിന്മേലായിരുന്നു. നിരപരാധിത്വം തെളിയിക്കാൻ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാൻ നോക്കിയപ്പോഴാണ് ക്യാമറകൾ ഓഫാക്കിയ കാര്യം ഡേവിഡ് ഓർക്കുന്നത്. വീട് പരിശോധിച്ച ശേഷം പോലീസ് ലോക്കർ തുറക്കാൻ ആവശ്യപ്പെട്ടു. കോഡ് അടിക്കുന്നതിനിടെ ഡേവിഡ് ആ ഭയപ്പെടുത്തുന്ന സത്യം തിരിച്ചറിഞ്ഞു. പയ്യൻ തന്റെ മോതിരത്തിൽ ഘടിപ്പിച്ച ചിപ്പ് വഴി ഇന്നലെ തന്നെ ലോക്കർ കോഡ് ചോർത്തിയിരുന്നു. കൂടാതെ ഡേവിഡ് തൊട്ട ആ കത്തി ഉപയോഗിച്ചാണ് ഭാര്യയെ കൊന്നത്. ആ തെളിവ് ഇപ്പോൾ ലോക്കറിനുള്ളിൽ തന്നെയുണ്ട്. പയ്യൻ ഡേവിഡിനായി ഒരുക്കിയ അന്തിമ മാന്ത്രിക വിദ്യയും കെണിയുമായിരുന്നു അത്.